നമ്മൾ സാധാരണ ചെയ്യുന്ന ഓർണമെന്റൽ ഫിഷസിൽ ഇപ്പം നമ്മൾ ബ്രീഡിങ്ങിന്റെ വീട് ചെയ്തിട്ടില്ല, എഗ്ലേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ ലൈവ് ബേഴ്സ് പ്രസവിക്കുന്നത്, മുട്ടയിടുന്നത്. അപ്പം അങ്ങനെ വരുന്ന വെറൈറ്റീസിന് ഡേ ഓൾഡ് തൊട്ട് നമുക്ക് കൊടുത്തു തുടങ്ങാൻ വേണ്ടി ലൈവ് ഫീഡ് നമുക്കുണ്ട്. അപ്പം അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് സൈസ് അനുസരിച്ചിട്ടാണ് നമ്മൾ അതിന് എന്ത് ചെയ്യുന്നത്, തരം തിരിക്കുന്നത്, ഏത് സമയത്ത് കൊടുക്കണം എന്നുള്ളത്. പലർക്കും ഇത് തെറ്റിച്ച് കൊടുത്തിട്ട് ലൈഫ് ഫീഡാണ് ഞാൻ കൊടുത്തത് പക്ഷെ എന്നിട്ട് അവർ സർവേ ചെയ്തില്ല എന്നുള്ളത് പലരും പറയുന്നുണ്ട്. അപ്പം അതിന് കൊടുക്കാനുള്ളൊരു സൈസ് ഉണ്ട്, വളരെ മൈക്രോൺ സൈസ് ആയിട്ടുള്ള സൈസുകളുണ്ട്. ആദ്യം നമുക്ക് അത് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം, എന്നിട്ട് അതിന്റെ ഏത് രീതിയിലാണ് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് ലൈഫ് ഫീഡിൽ ഏറ്റവും ചെറിയ സൈസ് വരുന്നതെന്ന് പറയുന്നത് ഇൻഫുസൂരിയാണ്. ഇൻഫുസൂരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇൻഫുസൂരിയ നമുക്ക് ചെയ്യാം. ഇൻഫുസൂരിയ കഴിഞ്ഞ് അടുത്ത് പാരമേസ്യം കഴിഞ്ഞ ശേഷം അടുത്ത് മൈക്രോവോം കഴിഞ്ഞ് കഴിഞ്ഞാൽ വിനാഗിരിയിൽ കഴിഞ്ഞ ശേഷം ഗ്രിൻഡൽ വോം കഴിഞ്ഞ ശേഷം റോട്ടിഫർ കുറച്ച് പാടാണ്. റോട്ടിഫർ അത് കഴിഞ്ഞ ശേഷം മൊയിന കഴിഞ്ഞ ശേഷം ഡാഫ്നിയ കഴിഞ്ഞ ശേഷം ബ്ലഡ് വോം പറഞ്ഞ് 2 വേംസ്, അത് കഴിഞ്ഞിട്ട് മീൽ വോം. ലൈഫ് ഫീഡിൽ തന്നെയാണ് മറ്റു കുഞ്ഞു മീനുകളും വരുന്നത്. വലിയ സൈസ് ഇപ്പോൾ ഓസ്കാറൊക്കെ വളർത്തുന്നവർക്ക് വളരെ കുഞ്ഞു മീനുകളും അതും ലൈഫ് ഫീഡ് കാറ്റഗറിക്കകത്ത് തന്നെയാണ് വരുന്നത്. ഇതാണ് ഇതിന്റെ ഒരു റോ. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് നമുക്ക് വീണ്ടും കൾച്ചർ ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെയാണ് വീണ്ടും നമുക്ക് കൾച്ചർ ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളത് നമുക്ക് നോക്കാം.